Hello friends, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. അതിലെ ലാസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ബോട്ട്. അപ്പോൾ ദ ബോട്ട് എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് 6 ഇംഗ്ലീഷ് ദി ബോട്ട്. Have you ever been affected by or been a witness to a natural disaster? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വിറ്റ്നസ് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ അതിൽ പെട്ടിട്ടുണ്ടോ? വാട്ട് വേർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് ഇംപ്രഷൻ? നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്, ഇംപ്രഷൻസ് എന്താണ്? ആക്ച്വലി ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2019 നമ്മുടെ കേരളത്തിൽ നടന്ന പ്രളയം അല്ലേ. മഴ പെയ്ത് പ്രളയം ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ. 2018, 2019 ആയിട്ട് പ്രളയം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ പ്രളയം അഭിമുഖീകരിച്ച നമ്മുടെ നാട് പിന്നീട് അതിജീവിച്ച് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു ചാപ്റ്റർ ആണിത്. കെ സച്ചിദാനന്ദൻ്റെയാണ് ദ ബോട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് പറയുന്നതെന്ന്. എ സിക്ക് മദർ, പ്രഗ്നന്റ് ഡോട്ടർ, ഒരു വയ്യാത്ത അമ്മ, അസുഖമുള്ള ഒരു അമ്മ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണിയായ അവരുടെ മകള്, എ സൺ ഹൂ ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം, ദ റെസ്ക്യൂ ബോട്ട് ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. അപ്പോൾ ഒരു മകൻ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഒരു റെസ്ക്യൂ ബോട്ട്, ഒരു രക്ഷിക്കാൻ വരുന്ന ഒരു ബോട്ടിൽ ഒരാൾക്ക് മാത്രമേ എന്തുള്ളൂ, 3 ആളുണ്ട് അല്ലേ. ഒരു സിക്ക് മദർ, പ്രഗ്നന്റ് ഡോക്ടർ, ഒരു സണ്ണ്. പക്ഷെ ഇവർ രക്ഷാപ്രവർത്തനം നടത്താൻ വരുന്ന ബോട്ടിൽ ഒരാൾക്ക് കയറാനുള്ള സ്പേസേ ഉള്ളൂ. ദ 3 quarrel among themselves. 3 പേരും എന്ത് ചെയ്യാണ്, വഴക്കുണ്ടാക്കുകയാണ്. നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട് ബട്ട് ഫോർ ദ അതർ ടു ക്ലൈംബ് ഇൻ. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് കയറാൻ വേണ്ടിയിട്ടല്ല, സ്വയം കയറാനല്ല. നീ കയറ്, ഞാൻ കയറ് പറഞ്ഞിട്ടാണ്. അതായത് അമ്മ പറയണത് മോളോട് കയറാൻ, അവള് പറയുന്നത് മകനോട് കയറാൻ. അങ്ങനെ അവർ 3 പേരും തമ്മിൽ നീ കയറിക്കോ പറയില്ലേ, സ്നേഹം കൊണ്ട്. അതാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഞാൻ കയറാന്നല്ല. അപ്പോൾ ബട്ട് ഫോർ ദ അതർ ടു ക്ലൈംബ് ഇൻ. നീ കയറും, ഒരാൾക്കല്ലേ സ്ഥലമുള്ളൂ, അപ്പോൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ കയറണം. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീങ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ്. അപ്പോൾ ട്രാജഡി, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ സെൽഫ്ലെസ് ആയി മാറും, നിസ്വാർത്ഥനായി. അതായത് എന്താ പറയുക, നമ്മൾ ഹെൽപ്ലെസ് ആവുക, നിസ്വാർത്ഥനായി മാറുക. ആൻഡ് ഡെത്ത് ഫിയർലെസ്, മരണം. പിന്നെ ഫിയർലെസ്, ഭയമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ഒരു ട്രാജഡി, നമ്മളെ അത് അവിടെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്നും നോക്കാം. ഹൂ വർ വെയിറ്റിംഗ് ഫോർ ദ റെസ്ക്യൂ ബോട്ട്. ആരാണ് സുരക്ഷാ ബോട്ട്, റെസ്ക്യൂ ചെയ്യാൻ, ഇവരെ രക്ഷപ്പെടുത്താൻ ഒരു ബോട്ട് വരുന്നുണ്ട്, ആരാണ് വെയിറ്റ് ചെയ്ത് നിന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എ സിക്ക് മദർ, ഹെർ പ്രഗ്നന്റ് ഡോട്ടർ ആൻഡ് ഹെർ സൺ വർ വെയിറ്റിംഗ് ഫോർ ദ റെസ്ക്യൂ ബോട്ട്. അപ്പോൾ ഒരു സിക്ക് മദർ, ഡോട്ടർ, സണ്ണ്, ഇവരാണ് ആ ഒരു റെസ്ക്യൂ ബോട്ടിനെ വെയിറ്റ് ചെയ്ത് നിന്നത്. ഹൗ മച്ച് സ്പേസ് ഡിഡ് ദ ബോട്ട് ഹാവ്. ബോട്ടിൽ എത്ര സ്ഥലം ഉണ്ടായിരുന്നു? ദ ബോട്ട് ഹാഡ് ഓൺലി ഫോർ 1 person. ആ ബോട്ടിൽ ഒരാൾക്കുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാട്ട് ഡിഡ് ദേ കോറൽ അബൌട്ട്. അവരെന്തിനാണ് കോറൽ ചെയ്തത്, വഴക്ക് കൂടിയത്? ദേ കോറൽഡ് അബൌട്ട് ഹൂ ഷുഡ് എൻ്റർ ദ റെസ്ക്യൂ ബോട്ട്. ആരാണ് അതിൽ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്തത്, കോറൽ ചെയ്തത് അല്ലേ. വാട്ട് ഡിഡ് ദ പോയറ്റ് ഫൈൻഡ് സ്ട്രേഞ്ച് അബൌട്ട് ദെയർ കോറൽ. ആ ഒരു വഴക്കിൽ പോയറ്റ് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്ത കാര്യം എന്തായിരുന്നു? The poet found their quarrel strange because each of them was forcing the other to enter the rescue boat and escape. അപ്പോൾ അവിടെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വയം കയറാൻ വേണ്ടിയിട്ടല്ല, ഞാൻ രക്ഷപ്പെടട്ടെ എന്നുള്ള സ്വാർത്ഥ ചിന്ത അല്ലായിരുന്നു അവിടെ. ഈ അമ്മ പറയുന്നത് മോളോട്, പ്രഗ്നൻ്റ് ആയ മകളോട് ബോട്ടിൽ കയറാനായിരിക്കാം. അവർ പറയുന്നത് അമ്മയോട് കയറാനോ ഇല്ലെങ്കിൽ ആ സണ്ണിനോട് കയറാനോ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർ സ്വാർത്ഥതയില്ലാതെ അവനവൻ കയറാതെ കൂടെ ഉള്ളവരെ രക്ഷപ്പെട്ടു പോകൂ എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ഈച്ച് ഓഫ് ദം വാസ് നോട്ട് വറീഡ് ഹിസ് ഓർ ഹെർ ലൈഫ്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സ്വന്തം ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവിടെ ആരും ചിന്തിച്ചില്ല അല്ലേ. ബട്ട് ദ ലൈഫ് ഓഫ് ദ അതേഴ്സ്, മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. ഹിയർ വി സീ റിയൽ സാക്രിഫൈസ്, യഥാർത്ഥ ത്യാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പം ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഇവിടെ കേരളത്തിൽ പ്രളയം നടന്ന സമയത്തും ഇതേപോലെ ആയിരുന്നു. റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളുകൾ പല സ്ഥലത്തും പോയിട്ട് ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബോട്ടിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലേ പലരെയും രക്ഷിച്ചു കൊണ്ടുവന്നത്. വൈ ഡിഡ് ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലി റെഫ്യൂസ് ടു ബോർഡ് ദ ബോട്ട്? അപ്പോൾ ഓരോ ആൾക്കാരും ഞാൻ കയറാൻ മടിച്ചു, എന്തുകൊണ്ടെന്നാണ് ചോദ്യം. Each member of the family refused to board the boat because there was space for only one person. എന്തുകൊണ്ടായിരുന്നു? ആ ബോട്ടിൽ ആകെ ഒരാൾക്ക് കയറാനുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇൻ ദ റെസ്ക്യൂ ബോട്ട് ആൻഡ് ഈച്ച് ഓഫ് ദം വാണ്ടഡ് ദ അതർ ടു ഗോ. ഓരോരുത്തരും മറ്റേ ആൾ കയറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് കയറിയിരിക്കാൻ ആരും ശ്രമിച്ചില്ല. ഒരാൾ കയറുമ്പോൾ അടുത്ത ആൾ കയറിക്കോട്ടെ, അവൻ രക്ഷപ്പെട്ടോട്ടെ അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടോട്ടെ എന്ന ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇറ്റ് ഷോസ് ദ ഡീപ്പ് ലവ് ദേ ഹാഡ് ഫോർ വൺ അനദർ. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചു തരുന്നത്? ഒരാൾക്ക് മറ്റൊരാളോടുള്ള ആ ഡീപ്പായിട്ടുള്ള സ്നേഹം അല്ലേ? അവിടെ പരസ്പരമുള്ള ഒരു സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആൻസർ നോട്ട് ചെയ്തുകൊള്ളുക. ഹൗ ഡസ് ദ പോയിറ്റ് എക്സ്പ്ലെയിൻ ദെയർ ആറ്റിറ്റ്യൂഡ്? പോയിറ്റ് എങ്ങനെയാണ് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? The poet explains their attitude by saying that tragedy makes human beings selfless and death makes them fearless. അപ്പോൾ പോയിറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ്. എന്ത് ആറ്റിറ്റ്യൂഡാണ്? ട്രാജഡി, ഒരു ദുരന്തം മനുഷ്യനെ സെൽഫ്ലെസ് ആക്കും അല്ലേ? അതായത് നിസ്വാർത്ഥനാക്കും. നമുക്കൊരു സ്വാർത്ഥ ചിന്ത ഉണ്ടാവില്ല, സെൽഫ്ലെസ് ആക്കി മാറ്റും. അതുപോലെ തന്നെ ഡെത്ത്, മരണം നമ്മളെ ഭയമില്ലാത്തവനാക്കി മാറ്റും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു അപകടം, ട്രാജഡി മുന്നിൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ളവരെ രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ അമ്മ രക്ഷപ്പെടട്ടെ, അച്ഛൻ രക്ഷപ്പെടട്ടെ, അനിയൻ രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ മകൾ രക്ഷപ്പെടട്ടെ, അങ്ങനെയാണ് ഇവർ ചിന്തിച്ചത്. അല്ലാതെ സ്വയം രക്ഷപ്പെടണം എന്ന് ഇതിൽ പറയുന്നില്ല അല്ലേ? അത് തന്നെയാണ് സെൽഫ്ലെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡെത്ത്, മരണം നമ്മളെ എന്താക്കി മാറ്റും? ഭയമില്ലാത്തവരാക്കി മാറ്റുന്നു. നമ്മളിവിടെ പ്രളയം അഭിമുഖീകരിച്ച സമയത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു അല്ലേ? ഇപ്പം നമുക്ക് ഉരുൾപൊട്ടലൊക്കെ സംഭവിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എത്ര പേരുടെ ജീവനാണ് എടുത്തുകൊണ്ട് പോയത് അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്താവും? ഒരുമിച്ച് നിൽക്കും. നമ്മൾ അപ്പോഴാണ് ഒരാൾ സഹായമായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യുക? രക്ഷാപ്രവർത്തനം നടത്തുക, രക്ഷപ്പെടുത്തുക അല്ലേ? അപ്പം നമ്മൾ പൈസ ഉള്ളവരെന്നോ പൈസ ഇല്ലാത്തവരെന്നോ അങ്ങനെയുള്ളൊരു വേർതിരിവോ ഒരു ഡിസ്ക്രിമിനേഷനോ ഇല്ലാതെ ഒരുമിച്ച് നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ എപ്പോഴും അപകടം വരുമ്പോൾ കാണാറുള്ളത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ചോദ്യോത്തരങ്ങൾ. ഇനി നമുക്കുള്ളത് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.